പലസ്തീനെ പിന്തുണച്ച് ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം അഴിച്ചുവിട്ടിട്ട് മാസങ്ങളായിരിക്കുന്നു. ലോകവ്യാപാരത്തിന്റെ 12% കടന്നു പോകുന്നത് ഈ കടൽപാതയിലൂടെ ആയതിനാൽ ആക്രമണത്തെ തുടർന്ന് ആഗോള വിലക്കയറ്റവും ഉണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചിരുന്നു. അന്താരാഷ്ട്ര കപ്പൽ സഖ്യമുണ്ടാക്കി ഹൂതികളെ പ്രതിരോധിക്കുവാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ടെങ്കിലും കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നത് തടയുവാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. അതേസമയം പാലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഹൂതികൾക്ക് യമനിൽ വൻപിച്ച ജനപിന്തുണയും ലഭിക്കുന്നുണ്ട്. 2 ലക്ഷത്തോളം പേരെ പുതുതായി സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്തതായി ഹൂതി വക്താവ് തന്നെ അറിയിച്ചിരിക്കുകയാണ്. ഇനി ഹൂതികളുടെ ആക്രമണത്തിന്റെ സ്വഭാവം മാറുമെന്നും സൂചനയുണ്ട്. ചെങ്കടലിൽ നിന്ന് കൂടുതൽ പ്രദേശത്തേക്ക് ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുമെന്നും വെള്ളത്തിനിടയിൽ കൂടി പ്രയോഗിക്കുന്ന ടോർപിഡോ മിസൈലുകൾ ഉപയോഗിച്ച് കപ്പലുകൾ തകർക്കുമെന്നും ഹൂതികൾ ഭീഷണി മുഴക്കുന്നുണ്ട്. കൂടാതെ ഉടൻ തന്നെ ഇസ്രായേലിന്റെ നാവിക ഓപ്പറേഷനുകളും പൊളിക്കുമെന്ന് ഹൂതികൾ അറിയിക്കുന്നു. ഇസ്രായേലുമായി നേരിട്ടൊരു യുദ്ധത്തിലേക്ക് ഹൂതികൾ കടക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണിത്. 2 ദിവസം മുമ്പ് അമേരിക്കൻ യുദ്ധക്കപ്പലടക്കം 3 കപ്പലുകളെ ഡ്രോണുകളും നാവിക മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ് ഹൂതികൾ അവകാശപ്പെടുന്നത്. ഇതോടൊപ്പം ഇസ്രായേലിന്റെ അതിർത്തി നഗരമായ എലിയാത്തിലും ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ ഹൂതി ആക്രമണം അടിച്ചമർത്തുവാനുള്ള തങ്ങളുടെ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന ഓപ്പറേഷൻ വിജയകരമാണെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. എങ്കിലും ഹൂതികൾക്ക് ശക്തമായ ആയുധശേഷിയുണ്ടെന്ന് അമേരിക്ക സമ്മതിക്കുന്നുണ്ട്. ഇറാനാണ് ഹൂതികൾക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നതെന്നും അമേരിക്ക കുറ്റപ്പെടുത്തി. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആളില്ലാ ബോട്ടുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഒഴുക്കിവിട്ടുള്ള ഹൂതികളുടെ ആക്രമണം അമേരിക്കൻ നാവികസേനയ്ക്ക് തലവേദനയുണ്ടാക്കുന്നുണ്ട്. ഇസ്രായേലിന്റെയും സഖ്യരാഷ്ട്രങ്ങളുടെയും കപ്പലുകൾക്ക് സൂയസ് കനാലിൽ ഹൂതികൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കപ്പലുകൾക്ക് ആഫ്രിക്കയെ ചുറ്റിയുള്ള ദൈർഘ്യം കൂടിയ പാത തിരഞ്ഞെടുക്കേണ്ടി വരുന്നു. ഇത് ചരക്കു ഗതാഗതത്തിന്റെയും കപ്പൽ ഇൻഷുറൻസിന്റെയും നിരക്ക് കുത്തനെ ഉയരുന്നതിനും കാരണമാകും.